ഹലോ ഗൈസ്, ഇന്ന് പറയാൻ പോകുന്നത് ഒരു വലിയൊരു കുടുംബത്ത് ഒരു ഒരു ഡിബേറ്റ് നടന്നു. അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ഒരു പ്രശ്നം അതായിരുന്നു. വിഷയം എന്ന് വെച്ചാൽ പഴയ സിലബസും പുതിയ സിലബസും തമ്മിലുള്ള ഒരു പ്രശ്നം. പഴയ ആളുകൾ പറഞ്ഞു പഴയ സിലബസ് നടത്തുകയാണ് അവരുടെ പ്രോസസ്സ്. അപ്പോൾ പുതിയ തലമുറക്കാർ അതിനെ അനുകൂലിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നു. അതായിരുന്നു, ഒന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് ജലഗതാഗതം സജീവമായിരുന്നു. പണ്ട് കാലങ്ങളിൽ ചരക്കു നീക്കം ജലമാർഗമായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത് ചരക്കു നീക്കം ജലമാർഗമായിരുന്നു. അത് തോണി വഴി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ കോഴിക്കോട് അറിയാലോ, കോഴിക്കോട് അരയെടുത്ത് പാലം ആ പുഴ, അതൊരു കൃത്രിമമായൊരു പുഴയായിരുന്നു എന്നറിയാം. അതൊരു കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു പുഴയായിരുന്നു ചരക്കു നീക്കത്തിന് വേണ്ടിയിട്ട്. ആ കോഴിക്കോട് അങ്ങാടിയിലേക്ക് ചരക്ക് പല സ്ഥലത്തിൽ നിന്നും ചരക്ക് കൊണ്ടുവന്നത് ആ ജലമാർഗമായിരുന്നു, തോണി വഴി. അവിടെ കോഴിക്കോട് മാത്രമല്ല, പല രാജ്യങ്ങളിലും ഉണ്ട് ഈ ചരക്ക് നീക്കത്തിന് കൃത്രിമമായിട്ട് പുഴ നിർമ്മിച്ചത്. അങ്ങനെ ഇന്ന് കാലത്ത്, കാരണം ആ ചരക്ക് നീക്കം, ആ പണ്ടത്തെ ആ സിലബസ് ആ കാലഘട്ടത്ത് നല്ല വിപുലമായി നടന്നിരുന്ന പ്രോസസ്സായിരുന്നു. ഇപ്പോൾ ആ ഈ ജലപാത ഒഴിവാക്കി കരമാർഗമായി, സിമ്പിളായി. കാരണം അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങൾ അത് ഏറ്റവും എളുപ്പമായി ഈ കാലഘട്ടത്തിൽ. ഇപ്പം ഹൈവേയും 4 വരി പാതയും ഒക്കെ വൻ വിജയപാതയിലേക്കായിരുന്നു. ചരക്കു നീക്കത്തിന് എളുപ്പമായി. കടൽ മാർഗം ഉണ്ടെങ്കിലും ഇപ്പോൾ സുതാര്യമാക്കിയത് ഈ കരമാർഗം, അതായത് വാഹനങ്ങളുടെ കണ്ടുപിടുത്തം എല്ലാ സമൂഹത്തിൽ പല മാറ്റങ്ങളും വരുത്തി. ഒരു ഉദാഹരണം, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പല രാഷ്ട്രങ്ങളുടെ പല കടലിൻ്റെ വഴി വന്ന കേബിൾ വഴിയാണ് ഇപ്പോൾ കാണുന്ന വീഡിയോ നിങ്ങൾ കാണുന്നത്. ഇനി അങ്ങോട്ട് മാറാൻ പോകുന്നതാണ്. ഇനി സാറ്റലൈറ്റ് വഴിയാണ്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഭൂമിയെ ചുറ്റുന്ന ഒരു സാറ്റലൈറ്റ്, ആ വഴിയാണ്. സ്റ്റാർലിങ്ക് ടെക്നോളജി ഒരു കൊണ്ടുവന്നു. അത് ഭൂമിയെ ചുറ്റിയിട്ടാണ് ഇനി ഇന്റർനെറ്റ് സേവനങ്ങൾ എല്ലാ മേഖലയിലും എത്തിക്കുന്നത് സാറ്റലൈറ്റ് വഴിയാണ്. ഇപ്പോൾ ഇതുവരെ ഉള്ളത് നമ്മളുടെ 5G നെറ്റ്വർക്കും കാര്യങ്ങളും എല്ലാം കേബിൾ വഴിയാണ്. ഭൂമിയെ ചുറ്റി വരഞ്ഞ കേബിൾ വഴിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നത്. ഈ പ്രോസസ്സിലൂടെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം. ഇനി അങ്ങോട്ട് മാറ്റം വരുന്നുണ്ട്. മാറ്റം വരികയാണ് ഇനി സാറ്റലൈറ്റ് വഴി, ഭൂമിയെ ചുറ്റുന്ന സാറ്റലൈറ്റുകൾ. അപ്പോൾ ഇങ്ങനെ പല മാറ്റങ്ങളും വരുന്നുണ്ട്. പഴയ കാലത്തെ സിലബസും പുതിയ കാലത്തെ സിലബസും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ പുതിയ ആളുകൾ വന്ന് അത് ചെയ്യരുത്, അങ്ങനെ ശരിയല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഡിബേറ്റ് ആയിരുന്നു. അപ്പോൾ പഴയ സിലബസും പുതിയ സിലബസും തമ്മിലുള്ള ഒരു മാറ്റം, അതായത് ചർച്ച. ആ രീതിയിലേക്കാണ് അവരുടെ ആ കാഴ്ചപ്പാട്. എന്നാൽ പുതിയ ആളുകളുടെ കാഴ്ചപ്പാട് വരും കാലഘട്ടത്തെ കണ്ടുകൊണ്ടാണ്. അതായത് പണ്ട് കാളവണ്ടി യുഗത്തൂടെയാണ് നമ്മൾ പോയതെങ്കിൽ, പക്ഷേ ആ കാളവണ്ടി യുഗം ഇപ്പോൾ കൊണ്ടുപോകുന്നത് ഒരു അലങ്കാരമായിട്ടാവും ഇപ്പം കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പുതിയ ഈ കാലഘട്ടത്തിൽ കാളവണ്ടി എന്ന് പറയുന്നത് അലങ്കാരമായി യൂസ് ചെയ്യാം. ഇപ്പോൾ സിമ്പിളാക്കി ടെക്നോളജിയുടെ കണ്ടുപിടുത്തം പല മേഖലയും പല
വികസനത്തിന് വഴിയൊരുക്കി, സുതാര്യമാക്കി എന്ന് പറയാം. കാലഘട്ടത്തിലെ ഓരോ മാറ്റങ്ങൾ, പണ്ട് ജലഗതാഗതത്തിന് പല കൃത്രിമമായിട്ട് പുഴയുണ്ടാക്കി ചരക്ക് നീക്കം നടത്തി അന്ന് വിജയിച്ചു. പക്ഷെ അത് എന്നും അത് നിലനിൽക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. അതാ പ്രശ്നം. വീണ്ടും അതിനും സുതാര്യമാക്കി, എളുപ്പമാക്കി കരമാർഗം, അതായത് പല വാഹനങ്ങൾ കണ്ടുപിടുത്തം എളുപ്പമാക്കി. അതാണ് പുതിയതും പഴയതും തമ്മിലൊരു മാറ്റം. അതായത് ചർച്ച. അപ്പോൾ പഴയ സിലബസ് ഔട്ട് ഓഫ് ഫാഷൻ ആയി, പുതിയ സിലബസ് വന്നു. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.